ഇന്നത്തെ കാലത്ത് വെബ് ഡെവലപ്പർ ആവാൻ വേണ്ടി ഞാൻ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്ന ടെക് സ്റ്റാക്ക് മേൺ സ്റ്റാക്ക് തന്നെയാണ്. കാരണം അത് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ് എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഒരു ടെക് സ്റ്റാക്ക് ആയതുകൊണ്ടാണ്. ദെൻ നമ്മളിന്ന് കാണുന്ന ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും നെറ്റ്ഫ്ലിക്സ് ആണെന്നുണ്ടെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും അതിലൊക്കെ എന്താണ് റിയാക്റ്റും മേണിലെ ടെക്നോളജീസൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് മേൺ സ്റ്റാക്ക് പഠിക്കുക എന്നുള്ളതാണ് വെബ് ഡെവലപ്പർ ആകാനായിട്ട്. അപ്പം വെബ് ഡെവലപ്പർ നിങ്ങൾ മേൺ പഠിക്കുന്നതിന് ആദ്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ജാവാസ്ക്രിപ്റ്റ് ആണ്. അപ്പം നിങ്ങൾ എൻവയോൺമെൻറ്റ് VS കോഡാണ് ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്നത്. ദെൻ HTML CSS ബൂട്ട്സ്ട്രാപ്പ് അത് പഠിക്കുക. കാരണം അത് വെബ്സൈറ്റിൻ്റെ സ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. എന്നിട്ട് GitHub പഠിക്കുക. അതിനുശേഷം മാത്രം ഫ്രെയിം വർക്കിലേക്ക് കടക്കുക. ഫ്രെയിം വർക്ക് കടക്കുമ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് റിയാക്റ്റ് ആണ്. യൂസർ ഇൻ്റർഫേസ് അല്ലെങ്കിൽ ഫ്രണ്ട് എൻഡിന് വേണ്ടിയാണ് നമ്മൾ റിയാക്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി മാക്സിമം കാണിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രൊജക്ട്സ് നിങ്ങൾ ബിൽഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. റിയാക്റ്റ് പഠിക്കുമ്പോൾ കോമ്പോണൻസ്, പ്രോപ്സ്, ഹുക്സ് എന്നിവ കൺസെപ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. അതിനുശേഷം റിയാക്ട് റൗട്ടർ ഉപയോഗിച്ചിട്ട് നാവിഗേഷൻ കൈകാര്യം ചെയ്യാനും കോൺടെക്സ്റ്റ് API അല്ലെങ്കിൽ റൗട്ടർ ഉപയോഗിച്ച് ഡേറ്റ ഫ്ലോ മാനേജ് ചെയ്യാനൊക്കെ പഠിക്കുക. ഈ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ടു ഡു ആപ്പോ അല്ലെങ്കിൽ വെതർ ഫോർകാസ്റ്റ് പ്രോജക്റ്റൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കാവുന്നതാണ്. അതിനുശേഷം ബാക്കെൻഡിലേക്ക് കിടക്കാം. ബാക്കെൻഡിലേക്ക് നമുക്ക് Node.js Express.js ഉപയോഗിക്കാം. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കെൻഡിലേക്ക് കിടക്കാം. ബാക്കെൻഡിലായിട്ട് നിങ്ങൾക്ക് Node.js ഉപയോഗിക്കാം. APIs ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് Express.js ഉപയോഗിക്കാവുന്നതാണ്. Express.js APIകൾ കൈകാര്യം ചെയ്യാനും റൗട്ടിംഗ് കൈകാര്യം ചെയ്യാനും ഒതൻറ്റിക്കേഷൻ പോലുള്ള ഫീച്ചേഴ്സ് മാനേജ് ചെയ്യാനൊക്കെ സഹായിക്കും. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഡേറ്റാബേസിനായിട്ട് MongoDB പഠിക്കാം. ഡേറ്റാബേസ് പഠിക്കുമ്പം ക്രൂഡ് ഓപ്പറേഷൻസ്, API ഇൻ്റഗ്രേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് കുറച്ചും കൂടെ നിങ്ങൾ ഊന്നൽ നൽകേണ്ടത്. ദെൻ എസ്പെഷ്യലി ബാക്കെൻഡും ഡേറ്റാബേസായിട്ട് എങ്ങനെ കണക്ട് ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത്രയും ഒരു ബേസിക് അവയർനെസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഡേറ്റാബേസ് എല്ലാം കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കറണ്ട് അവൈലബിൾ ഉള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻ ക്ലോൺ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് GitHubൽ ആ പ്രൊജക്റ്റ് നിങ്ങൾക്ക് പുഷ് ചെയ്യാം. നെറ്റ്ലിഫൈ, റെൻഡർ പോലത്തെ ഏതെങ്കിലും പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നിങ്ങൾ ആ പ്രൊജക്റ്റ് ലൈവ് ആക്കാം. എൻ്റെ പേഴ്സണൽ സജഷൻ അറ്റ് എ ടൈം ഒറ്റ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ദെൻ ഒരു പ്രൊജക്റ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളത് കൺസിസ്റ്റൻ്റ് എഫേർട്ട് എടുക്കുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ലൊരു വെബ് ഡെവലപ്പർ ആകാൻ കഴിയും.